ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും വൈറ്റ് പെപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നഗറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ കൊണ്ട് വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നഗറ്റ്സിൻ്റെത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 4-5 ബ്രസ്റ്റ് പീസ് ചിക്കൻ്റെത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, നല്ലതുപോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒരു ഷേപ്പ് നഗറ്റ്സിൻ്റെത് കിട്ടാൻ വേണ്ടിയാണ് ഈ പ്ലേറ്റിലോട്ട് ആക്കുന്നത്. നല്ലതുപോലെ ചുറ്റിച്ച് പരത്തി കൊടുക്കുക. ഓക്കെ, നല്ലതുപോലെ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലും കുറുകയും കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ബോക്സ് ഷേപ്പായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി ഇങ്ങനെ വന്നതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഷേപ്പാക്കിയാൽ മതി. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എല്ലാം അങ്ങനെ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നഗറ്റ്സ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ടോ വലുതായിട്ടോ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ബ്രെഡ് ക്രംസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറുമാണ് എടുത്തിരിക്കുന്നത്. 1:1 എന്ന റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ നഗറ്റ്സിനുള്ള 3 ലെയർ കോട്ടിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മാവിൻ്റെ കോട്ടിങ് ചെയ്യണം. മാവിലേക്ക് ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് ഒന്നെടുക്കണം. ഇനി നമുക്ക് ഫൈനലി ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 2 സൈഡും 5-5 മിനിറ്റ് വീതം വെച്ച് 10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. നല്ലതുപോലെ റെഡിയായി വരും. ഓക്കെ ഫ്രണ്ട്സ്, നഗറ്റ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ലതുപോലെ തന്നെ അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായതുകൊണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.